ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേശ്യാം. ജയ ശ്രീ രാധരാധേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഓം ഗണാനാം ത്വാം ഗണപതികം ഹവാമഹേ കവിം കവീനാമുപമസ്തമസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസദാ നുസ്തൃനുന്നോദിഭിസ്സീദസാദനം. പ്രണോ ദേവി സരസ്വതി വാജേഭിർവാജിനീവതി ധീനാമവിദ്ര്യവതോ. ഓം ഗണേശായ മുഖ. ഓം ശ്രീ മൂകാംബികാ ദേവീ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം പരദേവതായേ നമ. ഓം ദേശദേവതായേ നമ. ഓം സർവദേവതായേ നമ. ഓം ശ്രീ മഹാദേവായ നമ. ഓം ശ്രീ മഹാദേവീ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഹരേ ഗുരുവായൂരപ്പ. ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഏകാദശിയെക്കുറിച്ച് ബ്രഹ്മാവർത്ത പുരാണത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ ബ്രഹ്മദേവൻ നാരദ മുനിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. പിന്നീട് ഇതേ കഥ തന്നെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്താണ് വിജയ ഏകാദശി എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ആ കഥ. ഭഗവാൻ ശ്രീരാമൻ അവതാരം എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 14 വർഷം കാട്ടിൽ വനവാസത്തിന് പോകേണ്ടി വരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയായ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടു പോവുകയും അങ്ങനെ സീതാദേവിയെ അന്വേഷിച്ച് പല ഇടങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് അവസാനം സുഗ്രീവനെ ഹനുമാൻ സ്വാമിയെ കണ്ടുമുട്ടുകയും സുഗ്രീവനുമായിട്ട് സഖ്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പിന്നീട് വാനരന്മാരുടെ സഹായത്തോടുകൂടി സമുദ്രം കടന്ന് ലങ്കയിലെത്തി രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയെ വീണ്ടെടുക്കും. അപ്പം അതിനിടയിൽ വലിയ സമുദ്രം കാണുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഒരു വിഷമത്തിലാകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ സമയത്ത് ലക്ഷ്മണൻ ഭഗവാനോട് ശ്രീരാമദേവനോട് പറയുകയാണ്, അങ്ങൊരു കാര്യം ചെയ്യൂ, ഇവിടെ അടുത്താണല്ലോ വാഗ്ദൽഭി മുനിയുടെ ആശ്രമം. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി അദ്ദേഹത്തോട് കണ്ടാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ അവർ മുനീശ്രേഷ്ഠനെ കാണാനായിട്ട് പോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് ഭഗവാൻ ശ്രീരാമൻ വിജയ ഏകാദശി വ്രതം എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. വിജയ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാ വിജയങ്ങളും നേടിയെടുക്കും, സീതാദേവി വീണ്ടെടുക്കാൻ കഴിയുമെന്ന് മുനിശ്രേഷ്ഠൻ പറയുകയാണ്. തിരിച്ചു വന്ന് അദ്ദേഹം ശ്രീരാമനും ലക്ഷ്മണനും മറ്റെല്ലാവരും വിജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ഭഗവാനെ കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ട് പൂജിക്കുകയും ഒരു കുടത്തിനകത്ത് കലശം പോലെ വെള്ളവും പിന്നെ കുറച്ച് കിട്ടിയ ധാന്യങ്ങളും അങ്ങനെ എല്ലാം കൂടി സേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സ്വർണവും ഒക്കെ ചേർത്ത് വെച്ചിട്ട് അത് ദ്വാദശി ദിവസം ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തിട്ട് ഏകാദശി വ്രതം അവസാനിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പം അന്നത്തെ ദിവസം മുഴുവൻ ഉണർന്നിരുന്ന് ഭഗവാന് ദീപം കൊണ്ട് ആരതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവൻ മനുഷ്യവർഗത്തിന് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ഒരാൾ ചിട്ടയായിട്ട് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന്. ഭഗവാൻ അവതാരം എടുത്തപ്പോൾ പോലും ഭഗവാന്റെ പൂജയ്ക്കായിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിജയം നേടിയെടുക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്നും ശ്രീരാമദേവന് ലഭിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് വിജയ ഏകാദശിയുടെ പ്രാധാന്യം. വിജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്ക് എല്ലാ വിജയങ്ങളും നേടിയെടുക്കാൻ കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ നേട്ടങ്ങളും ഭഗവാൻ നമുക്ക് നൽകും എന്നുള്ളതാണ് ഈ ഏകാദശിയുടെ പ്രാധാന്യം. ഇത്തവണത്തെ വിജയ ഏകാദശി വരുന്നത് ഫെബ്രുവരി 13 ആണ്. ഫെബ്രുവരി 12 ഉച്ചയ്ക്ക് 12:22 ഏകാദശി തുടങ്ങുന്നത്.
13-ാം തീയതി ഉച്ചയ്ക്ക് 2:22 ഏകാദശി, 2:25 ഏകാദശി തിഥി തീരും. ഹരിവാസര സമയം വരുന്നത് 13-ാം തീയതി രാവിലെ 7:55 മുതൽ രാത്രി 8:45 വരെയാണ്. പാരണ വീടേണ്ടത് 14-ാം തീയതി രാവിലെ 7 മണിക്കും 10:44 ഇടയ്ക്കായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക, വിജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാ വിജയങ്ങളും എല്ലാവർക്കും നേടിയെടുക്കാനാവട്ടെ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ കഥാചക്രപാണി, നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ, സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. മുഖേ മന്ദഹാസം നഖേ ചന്ദ്രഹാസം കരേ ചാരുചക്രം സുരേശാദിവന്ദ്യം ഭുജംഗേ ശയാനം ഭജേ പത്മനാഭം ഹരേരന്യദൈവം നമന്യേ നമന്യേ. കായേന വാചാ മനസേന്ദ്രിയ ബുദ്ധ്യാത്മനാ വാനുസൃത സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പേതത് സർവം ശ്രീനാരായണായേതി സമർപ്പേത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.